Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി സംഗമത്തിലെത്തിയ മുഖ്യമന്ത്രി ഉറപ്പിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിലെ SNDP പിന്തുണ മാത്രമല്ല, ഇനി വരും തെരഞ്ഞെടുപ്പുകളിലെ ഈഴവ വോട്ടുകൾ കൂടിയാണ്. BJPയിലേക്ക് ചോർന്നുപോയി എന്ന് CPM ഭയന്നിരുന്ന ഈഴവ വോട്ടുകൾ കൂടിയാണ്. ഇപ്പോ സമദൂരം വിട്ട് NSSും ഇടതിനോടടുക്കുന്നോ എന്നാണ് ചോദ്യം. യുവതീ പ്രവേശന വിധി നടത്തിപ്പിലും ഗണപതി മിത്ത് വിവാദത്തിലും നാമജപ ഘോഷയാത്ര നടത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ അതേ NSS ശബരിമല ആചാര സംരക്ഷണത്തിലും അയ്യപ്പ സംഗമത്തിലും ഇടതിനെ ഇപ്പോൾ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ദേശീയ പത്രത്തിന് ജനറൽ സെക്രട്ടറി നൽകിയ അഭിമുഖത്തിൽ പറയുന്നു, കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ടെന്ന്, ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ലെന്ന്, LDF സർക്കാർ ആചാരം സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നു എന്ന്, അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിൻ്റേത് വോട്ടു രാഷ്ട്രീയമെന്ന്, സ്ത്രീ പ്രവേശന വിധിക്കെതിരെ NSS നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ കോൺഗ്രസും BJPയും അന്ന് വിട്ടുനിന്നിരുന്നില്ലേ എന്ന്, വിശ്വാസികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അവരും വന്നത് എന്ന്, LDF സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിച്ചില്ല എന്ന്, ആചാരങ്ങൾ അതേപോലെ LDF സർക്കാർ നിലനിർത്തിയെന്ന്, കേന്ദ്രത്തിലെ BJP സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന്, കോൺഗ്രസും ഒന്നും ചെയ്തില്ല എന്ന്, ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി എന്ന്, ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് NSSന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നത് ജനറൽ സെക്രട്ടറി. LDF സർക്കാർ ആചാരത്തിനെതിരെ ഒന്നും ചെയ്യില്ല എന്ന് NSSന് ഉറപ്പുണ്ട് എന്ന്, NSSും ഇടത്തേക്കോ എന്നാണ് ചോദ്യം. അതിഥികളായി അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM പ്രതിനിധി, BJP പ്രതിനിധി ശങ്കുട്ടി ദാസ്, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, നിസാം സെയ്ദ് രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ആദ്യം ശങ്കുട്ടി ദാസിലേക്ക്. ശങ്കുട്ടി ദാസ്, ഒടുവിൽ വെള്ളം കോരിയതെല്ലാം പാഴാവുകയാണോ? BJPയുടെ രാഷ്ട്രീയ പുനഃസംഘടനയിൽ പോലും വലിയ പ്രാതിനിധ്യം NSS അടക്കമുള്ള സംഘടനകൾക്ക് കിട്ടിയിട്ടും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP പറയുന്നതല്ല NSS ഇപ്പോൾ പറയുന്നത്. NSS ജനറൽ സെക്രട്ടറി ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, ഈ ആചാര സംരക്ഷണത്തിന് LDF ആണ് NSSന്റെ ഒപ്പം നിൽക്കുന്നത്, NSS അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി BJPക്കുള്ള തിരിച്ചടി കൂടിയാണോ ശങ്കുട്ടി ദാസ്? ഒരിക്കലുമല്ല. അങ്ങയുടെ ചോദ്യം തന്നെ വളരെ കൃത്യമായിരുന്നു. അങ്ങ് ചോദിച്ചത് NSS ജനറൽ സെക്രട്ടറിക്ക് ആചാരങ്ങൾ ലംഘിക്കില്ല, ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തും എന്ന് LDF ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ NSS ഇടതുപക്ഷത്തേക്കോ NSS ഇടത്തേക്കോ എന്നാണ് അങ്ങ് ചോദിച്ചത്. നോക്കൂ, ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തുമെന്ന്, ശബരിമലയിലെ ആചാരങ്ങൾ ഒരു നിരക്കും അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന്, ശബരിമലയിലെ നിലനിൽക്കുന്ന ആചാരങ്ങൾ തുടർന്നു കൊണ്ടുപോകുമെന്ന് ഇടതുപക്ഷ സർക്കാർ NSSന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ NSS ഇടത്തേക്കല്ല, LDF സർക്കാർ വലത്തേക്കാണ് പോകുന്നത്. അവർ വിശ്വാസികളുടെ പക്ഷത്തേക്ക്, ഭക്തരുടെ പക്ഷത്തേക്ക്, ശബരിമലയിലെ ആചാരങ്ങളുടെ പക്ഷത്തേക്കാണ് അവർ പോകുന്നത്. 7 വർഷം മുമ്പ് അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന നിലപാടിൽ നിന്ന് അവർ ഘടകവിരുദ്ധമായിട്ട് മറ്റൊരു നിലപാട്, ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമാണ്. കാരണം NSS വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം മുതൽ ആചാര സംരക്ഷണ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ്. NSSന് മറ്റു രാഷ്ട്രീയങ്ങളൊന്നുമില്ല, അവർ സമദൂരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ്. NSSന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആദ്യം മുതൽക്കുള്ള നിലപാട് എന്താണ്? ശബരിമലയിലെ ആചാരങ്ങൾ അതേപടി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ശബരിമലയിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി അവിടെ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണ്, പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ആർത്തവ അശുദ്ധിയുടെ സങ്കല്പം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ദുരാചാരമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുള്ള പ്രസ്ഥാനമാണ് NSS. അന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ തന്നെ ഭീഷ്മാചാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും മുതിർന്ന അഡ്വക്കേറ്റ് പരാശരനെ കൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ കേസ് നടത്തിയിട്ടുള്ള സംഘടനയാണ് NSS. ആ സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സമയത്ത്, വിശ്വാസികൾക്ക് എതിരായ സമയത്ത് അതിനെതിരെ ആദ്യത്തെ പ്രക്ഷോഭം ഒക്ടോബർ 2 പന്തളത്ത് നടന്നിട്ടുള്ള നാമജപ
നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ് NSS. അന്നിങ്ങോട്ട് ഇതുവരെയും NSSന്റെ നിലപാട് എന്തായിരുന്നു? ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന ആർക്കാണ്? ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ശബരിമലയിൽ നിലനിൽക്കുന്നത് സമൂഹത്തിന്റെ ആധുനിക കാലഘട്ടത്തിന് യോജിക്കുന്ന അല്ലാത്തൊരു ആചാരമാണ്. അത് പരിഷ്കരിക്കേണ്ടത് ഒരു നവോത്ഥാന ആവശ്യമാണ് എന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ മൈക്കേട്ടി പ്രസംഗിച്ചിട്ടുള്ള ആരാണ്? ആ ആളുകൾ അവരുടെ നിലപാട് മാറ്റുമ്പോൾ NSS പണ്ട് തൊട്ടേ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിലേക്ക് വരുമ്പോൾ അതിനെ അവർ സ്വാഗതം ചെയ്യുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്, അതിൽ എന്ത് വലിയ വിസ്മയമാണുള്ളത്. എന്തെങ്കിലും നിലപാട് നമ്മൾ കാണുന്നത് NSS ഇടത്തോട്ട് ചായുമ്പോൾ സ്വാഭാവികമായും പിണറായി സർക്കാർ വലത്തോട്ട് പോകുന്നില്ലേ എന്നുള്ള ചോദ്യം രാഷ്ട്രീയമായ ലോജിക്കുള്ള ചോദ്യം കൂടിയാണ്. അതിന് മറുപടി അനിൽകുമാർ പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്ന കൃത്യമായ വിമർശനം BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി. തീർന്നില്ല, അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് BJPയുടെ വോട്ട് രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, NSS പോലെ ഒരു സാമുദായിക സംഘടനയ്ക്ക് അല്ലെങ്കിൽ SNDP പോലെ യോഗക്ഷേമ സഭ പോലെ ഒരു സംഘടനയ്ക്ക് സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായിട്ടോ ഒരു സംഗമം നടത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗമം നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ നോക്കുമ്പോൾ സർക്കാർ വിശ്വാസികളുടെ പക്ഷത്തേക്ക് വരുന്നു, ശബരിമല ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം നടത്തുന്നു, അതിന് സ്വാഭാവികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ BJP പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നോക്കിയാൽ പോരാ, അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം വന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിച്ചില്ല, അങ്ങനെ ചോദ്യം മനസ്സിലാവും. നോക്കൂ, പന്തളം സംഗമത്തിൽ ഒരു സമുദായ സംഘടനയെ ക്ഷണിച്ചിട്ടില്ല. ഏതെങ്കിലും മനുഷ്യരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് നടത്തിയിട്ടുള്ള ഒരു സംവിധാനമല്ല പന്തളത്തെ സംഗമം. അത് അയ്യപ്പ ഭക്ത സംഗമമാണ്. അവിടെ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ സ്വമേധയാ വന്ന് ചേർന്നിട്ടുള്ളതാണ്. ഒരു ദിവസത്തെ നോട്ടീസിലാണ് അവിടെ ആളുകൾ വന്നത്. പന്തളത്ത് നടത്തിയിട്ടുള്ള സംഗമത്തിന്റെ ഒഫീഷ്യൽ നോട്ടീസ് പുറത്തിറങ്ങുന്നത്, ഈ ക്ഷണക്കത്ത് പുറത്തിറങ്ങുന്നത് സെപ്റ്റംബർ 14 തീയതി ക്ഷണിച്ചിട്ടില്ല എന്നാണ്. ക്ഷണിച്ചത് അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും അണ്ണാമലയെയും ഈ അവിടെ വന്ന് വർഗീയത പ്രസംഗിച്ച ഒരു സ്വാമിയൊക്കെയാണോ പ്രത്യേകമായി ക്ഷണിച്ചത്? അവരും ക്ഷണമില്ലാതെ വന്നവരാണോ? നോക്കൂ, അവിടെ വന്നത് ജാതിക്ക് അതീതമായി, മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ്, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളാണ്, അയ്യപ്പന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അവിടെ വരുന്ന ആളുകളുടെ ഒന്നും ജാതിയോ വർണ്ണമോ ആരും തെരഞ്ഞിട്ടില്ല. അവിടെ വന്നിട്ടുള്ള ഇത്ര ആളുകൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ്, ഇത്ര ആളുകൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ്, അങ്ങനെ എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞത് വാവര് തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ് എന്നുള്ള അസംബന്ധങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ. നോക്കൂ, വാവർ എന്ന് പറയുന്നത് ഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശിക്കപ്പെടുന്ന വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണെന്നുള്ള ഒരു വാദം വളരെ പ്രബലമായിട്ട് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്നതാണ്. അതാണ് അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വാദമാണ്. അതുമായിട്ട് യോജിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ചരിത്രപരമായിട്ട് അത് അങ്ങനെയല്ല, മറ്റൊരു നിലയ്ക്കാണ്. ഒരു വാവർ ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആയിരുന്നു എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ ചരിത്രാഖ്യാനം എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആണെന്നാണ്. ആ കാര്യത്തിൽ ധാരാളമായിട്ട് തർക്കങ്ങളുണ്ട്. ആളുകൾ അവരുടെ പക്ഷമൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ സർക്കാർ അയ്യപ്പ ഭക്തരുടെ സംഗമമാണെന്നുള്ള പേരിൽ അയ്യപ്പ ഭക്തരല്ലാത്ത ആളുകളെ, നിക്ഷേപകരായിട്ടുള്ള ആളുകളെ, സർക്കാരിന് സാമ്പത്തിക സഹായം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് വലിയൊരു സംഗമം നടത്താൻ ശ്രമിച്ചു. അവിടെ 3000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 463 പേര് മാത്രമേ വന്നുള്ളൂ. എന്നാൽ അത്തരത്തിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ, എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഒന്നും ഉറപ്പുവരുത്താതെ വളരെ പെട്ടെന്ന് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ 15,000-ത്തിനടുത്ത ആളുകൾ സർക്കാരിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ 10 ഇരട്ടിയോളം ആളുകൾ പന്തളത്തേക്ക് വന്നു ചേർന്നു. അവിടെ എല്ലാ ജാതിയിലും എല്ലാ വർണ്ണത്തിലും എല്ലാ വർഗത്തിലും പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഇത് ജാതി സംഘടന തള്ളിക്കളയുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ NSS ശരിവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. ഒന്ന് അനിൽകുമാറിലേക്ക് പോരാം. അനിൽകുമാർ, ശങ്കുട്ടി സാർ ചോദിച്ച ഏറ്റവും ഞാൻ രണ്ടാം റൗണ്ടിലേക്ക് വരാം ശങ്കു, കാരണം ഇപ്പൊ 13 മിനിറ്റ് ആയതുകൊണ്ടാണ്. ഞാൻ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി അങ്ങേക്ക് പറയാം. ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, ശങ്കുട്ടി ചോദിച്ച രാഷ്ട്രീയമായി നിലനിൽക്കുന്ന ലോജിക്കലായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, NSS ഇടത്തോട്ടടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വലത്തോട്ട് മാറുകയാണോ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുവരുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു ഇടതുപക്ഷം ആചാര സംരക്ഷണത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ നിലപാട്? 2018 യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് അന്ന് CPM-ഉം സാംസ്കാരിക സംഘടനകളും എടുത്ത നിലപാടാണോ നിങ്ങളുടെ നിലപാട്? അതല്ല ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് നിങ്ങൾ ഉറപ്പ് കൊടുത്ത നിലപാടാണോ നിങ്ങളുടെ നിലപാട്? ഏതാണ് ഇതിൽ യഥാർത്ഥ നിലപാട്? ശബരിമല ക്ഷേത്രമൊന്നും മാത്രമല്ല, കേരളത്തിനകത്ത് ഏതാണ്ട് 12,000-ഓളം ക്ഷേത്രങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കീഴിൽ വിവിധ ദേവസ്വം ബോർഡുകളിലായി
സമാധാനപരമായി ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ്. കോവിഡ് കാലത്ത് ശമ്പളം കിട്ടാതെയും എണ്ണ പകർന്ന് വിളക്ക് കൊളുത്താൻ പറ്റാതെയും ആ ശ്രീകോവിലില് ഒരു പൂജ നടത്താൻ പറ്റാതെയും ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാണിക്കയിടരുത്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത് എന്നും അങ്ങനെ ഇടുന്ന കാണിക്ക സർക്കാർ അടിച്ചുകൊണ്ട് പോവുകയാണെന്നും കള്ളപ്രചരണം നടത്തിയ വീരന്മാരാണ് സംഘപരിവാർ. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അങ്ങനെ ക്ഷേത്രങ്ങളിൽ പടുതിരി കത്തുന്ന ഒരു ഘട്ടത്തിൽ ഭക്തന്മാരുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ കാലഘട്ടത്തിൽ എത്ര കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നത് കണക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കണക്ക് പറയുമ്പോൾ അതോടുകൂടി LDF വലത്തോട്ട് പോയി എന്നല്ല കാണുന്നത്. കാരണം എന്താണ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് മര്യാദയ്ക്ക് അവിടെ അഴിമതിരഹിതമായി നടത്താൻ ചുമതലയേറ്റ ഗവൺമെന്റാണ്. ഈ പിണറായി വിജയൻ സർക്കാർ 1568 കോടിയോളം രൂപ ഈ കാലഘട്ടത്തിൽ ശബരിമലയുടെ വികസനത്തിന് ചെലവഴിച്ചു എന്ന അവകാശവാദം കൃത്യമായി തെളിവ് സഹിതം നമ്മൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ പണം ചെലവഴിച്ചത് വലത്തോട്ടുള്ള യാത്രയാണോ? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു ദിവസം 1 ലക്ഷം പേർ വരുന്ന ശബരിമലയിൽ എങ്ങനെ പ്രതിദിനം 3 ലക്ഷം പേരെ എത്തിക്കാം? ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകരെ എങ്ങനെ എത്തിക്കാം? അങ്ങനെ ലോകത്തിന്റെ നാനാകോണുകളിലെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി അതിനെ വികസിപ്പിക്കാമെന്ന് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ തകർത്തുകൊണ്ടല്ല, ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടാണത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആചാര ലംഘനം സർക്കാർ നയമല്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അന്ന് സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും ഇടതുപക്ഷവും സ്വീകരിച്ച നിലപാട് ആചാരങ്ങൾ മാറ്റി മാറ്റി പരിഷ്കരിച്ചുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോയതെന്നാണ്. അന്ന് സംരക്ഷണമായിരുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. സംഘപരിവാരാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തത് എന്ന കാര്യത്തിൽ ഇന്ന് തർക്കിക്കുന്നവരുണ്ടാവില്ല. കാരണം ആ കേസ് കൊടുത്ത ആളുകൾ എങ്ങനെയാണ് BJPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ കേസിലെ പരാതിക്കാർ അമിത്ഷയ്ക്കൊപ്പമുള്ള ചിത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? അവരൊക്കെ തന്നെ ആരൊക്കെയാണ് എന്ന് നമ്മുടെ നാട്ടിൽ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ RSS തന്നെ, സംഘപരിവാർ തന്നെ അവരുടെ സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. എന്നിട്ടോ ആ കേസിനകത്ത് കേരള സർക്കാർ എന്തു പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. കേരള സർക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ ആ അഫിഡവിറ്റിനകത്ത് ഒന്നാമതായി പറഞ്ഞത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു സമിതി രൂപീകരിച്ച് തെളിവെടുക്കണം. അങ്ങനെ തെളിവെടുത്തിട്ട് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ജസ്റ്റിസ് പരിപൂർണ സ്വാമിയുടെ കാലഘട്ടത്തിൽ 91 ഉണ്ടായിട്ടുള്ള കേരള ഹൈക്കോടതി വിധിയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു പ്രത്യേക വയോപരിധിയിലുള്ള സ്ത്രീകളുടെ പ്രവേശനം ആകാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നതെങ്കിൽ അതാണ് സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ നിലപാട്. അല്ല, പ്രവേശനമാകാം എന്നാണ് സുപ്രീം കോടതി പറയുന്നെങ്കിൽ അതാണ് ഭരണഘടനാ നിലപാട്. കേരള സർക്കാർ ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾ ഭരണഘടന പറയുന്ന പ്രകാരം ഭരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ആകണമെന്നോ ആകണ്ടെന്നോ അല്ല, കോടതി പറയുന്നത് അനുസരിക്കും. ഇത്രയും കാലം അനുസരിച്ചിട്ടുണ്ട്. 91 ജസ്റ്റിസ് പരിപൂർണ സ്വാമിയുടെ കാലഘട്ടത്തിലെ ആ വിധി മുതൽ അത് സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തുന്നവരെ വിധി ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. നാളെയും വിധിക്കനുസരണമായി ഞങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് സത്യവാങ്മൂലം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭരണഘടന എന്തു പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിനപ്പുറത്തേക്ക് CPIMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ നാളെ മുതൽ ഈ വിധി നടപ്പാക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ അത് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ ആർക്കുമാവില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഏതെങ്കിലും തരത്തിൽ ഒരു ക്ഷേത്രത്തിനകത്തെ പ്രത്യേകമായ ഒരു കാര്യമായതിനെ രൂപപ്പെടുത്തിയെടുത്തിട്ടില്ല. അന്ന് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത് സർക്കാരാണ്. മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് പരസ്യമാണ്. അത് ശബരിമലയുടെ നടയിലല്ല ഞങ്ങൾ ചെയ്തത്.
ശബരിമലയിൽ ചോരയൊഴുക്കാൻ നടന്നവരില്ലേ? എ പരിപാടി അല്ലെങ്കിൽ ബി പ്ലാൻ, സി പ്ലാൻ വെച്ച് ചോരയൊഴുക്കുകയും സന്നിധാനത്തിൽ 18-ാം പടിയിൽ കയറി തിരിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്ത ആളുകൾ എങ്ങനെയാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്? നവോത്ഥാന ചിന്തകൾ ഉയർത്തിക്കൊണ്ട് നവോത്ഥാന മതിൽ ഉണ്ടാക്കിയത് എവിടെയാണ്? തെരുവിലാണ്, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്, നമ്മൾക്ക് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് കൈകാര്യം ചെയ്തത്. നാളെയും നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്ഷേത്രത്തെ തകർക്കലല്ല. രക്തം അശുദ്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ നവോത്ഥാന മതിൽ പടുത്തത്? ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്മാറിയോ എന്നുള്ളതാണ് എന്റെ നേരിട്ടുള്ള ചോദ്യം. ജനറൽ സെക്രട്ടറി ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആർത്തവരക്തം അശുദ്ധിയാണ് എന്ന യാതൊരു നിലപാടും ശാസ്ത്രീയമായി സമൂഹത്തിനകത്ത് ഒരാൾക്കുമില്ല. അത് ശരിയാണ്. കാരണം എന്താണ്? അതിലൂടെയാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെയും വംശവർദ്ധന ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, എവിടെയാണ് നവോത്ഥാനത്തിന്റെ സന്ദേശവുമായി ഞങ്ങൾ പോയത്? ജനങ്ങളിലേക്കാണ്. ഞങ്ങൾ ആ സന്ദേശവുമായി ശബരിമലയ്ക്ക് പോയില്ലല്ലോ, ശബരിമലയ്ക്ക് മനുഷ്യചങ്ങല നടത്തിയില്ലല്ലോ. ശബരിമല ചോര ഒഴുക്കാൻ വേണ്ടി കോഴിയുടെ തലവെട്ടി കൊണ്ടുപോയത് ഇവരാണ്. ആ കോഴിയെ ഒളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കടത്തിയിട്ട് ചോര വീഴ്ത്തിയിട്ട് ആ ബി പ്ലാൻ സി പ്ലാൻ വെച്ചിട്ട് ആരൊക്കെയാണ് അവിടെ കൊണ്ടുപോയത്? അതിന്റെ അകത്ത് ഇപ്രകാരം തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ അക്രമം ഉണ്ടാക്കിയത് ആരാണ്? ഇടതുപക്ഷക്കാരാണോ? ഒരു കാര്യം വ്യക്തതയുണ്ട്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ ഈ അഭിമുഖത്തിലൂടെ വന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ. വിധി വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും RSS നേതാക്കന്മാരും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളും സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാടിനോട് യോജിക്കാത്തവരായിരുന്നു NSS. LDF എടുത്ത നിലപാടിനോട് NSS യോജിച്ചിട്ടില്ല. അപ്പൊ മൂന്ന് കൂട്ടര് എന്തായിരുന്നു നിലപാട്? സുപ്രീം കോടതിക്ക് വിധിക്കൊപ്പമായിരുന്നു. LDF സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു, UDF സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു, RSSും BJP സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു. ബഹുമാനപ്പെട്ട ഗോവ ഗവർണറായിരുന്ന വ്യക്തി എന്താ പറഞ്ഞത്? ഇന്ന് നടപ്പാക്കാതെ മാർഗ്ഗമില്ല. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? അത് രാജ്യത്തിന്റെ വിധിയായി കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ആ വിധിയോട് യോജിക്കാതെ NSS ഒരു പൊസിഷൻ എടുത്തു. ആ പൊസിഷനിലേക്ക് കളങ്കത്തോടെ ദുർചിന്തയോടെ കടന്നുവന്ന് അതിനെ അക്രമസമരമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ NSS അതിൽ നിന്നും അകലം പാലിച്ചു. ഇന്നല്ലാതെ RSSൽ നിന്നും ഈ UDFന്റെ മുതലെടുപ്പിൽ നിന്നും NSS അകലം പാലിക്കുന്ന പുതിയ കാര്യമല്ല. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്, അതിനപ്പുറം ഇതിനെ കളങ്കപ്പെടുത്താൻ ഞങ്ങളില്ല. ആ നിലപാടാണ് NSS ഇന്ന് എടുത്തിട്ടുള്ളത്. അതിലെ അഭിജാതമായ ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനം ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്ന ഭരണപരമായ ഒരു വിഷയത്തിനകത്ത് അത് രാഷ്ട്രീയ നിലപാട് നമ്മൾ കേട്ടതല്ലേ? അതെ, അതിനെക്കുറിച്ച് അതിന് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളൊരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിന്റെ ഭാഗമായി വിവിധങ്ങളായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചയുടെ ഭാഗമായി നിലപാടുകൾ ഉണ്ടാകും. ആ നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. ആ നിലപാട് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളീയ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടന എന്ന നിലയ്ക്ക് ജനാധിപത്യപരമായി ആ സംഘടനയ്ക്ക് അവകാശപ്പെട്ട നീതി ഈ ഗവൺമെന്റ് നൽകുമെന്ന ഞങ്ങളുടെ നിശ്ചയദാർഢ്യപൂർണമായ നിലപാടിനുള്ള അംഗീകാരമാണ് അദ്ദേഹം ആ പ്രസ്ഥാനം എടുത്തിട്ടുള്ള ശരിയായ നിലപാടിലൂടെ ഇന്ന് നാം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആചാര സംരക്ഷണം നടത്തും അല്ലെങ്കിൽ ആചാരം സംരക്ഷിക്കും ശബരിമലയിൽ എന്നൊരു ഉറപ്പ് NSSന് കൊടുത്തിട്ടുണ്ടോ ഈ സർക്കാർ? ശബരിമലയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഏത് ആരാധനാലയത്തിലും നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ആചാരം മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടും CPMോ LDFോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സർക്കാരോ ഇതേവരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഞങ്ങളുടെ പരിപാടിയല്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രകടന പത്രികയുടെ 900-ഉമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ആ 900-നകത്ത് ആചാര ലംഘനമില്ല, ആചാരങ്ങൾ മാറ്റൽ പരിപാടിയില്ല. അത് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിഥികളായ അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM പ്രതിനിധി, ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, നിസാം സെയ്ദ് കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകൻ. നിസാം സെയ്ദ്, അരുൺ, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. CPM എന്നും ഒരു വർഗീയ വിഭജനത്തിലൂടെ
കേരളത്തിൽ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ ശക്തി ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. അതിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. നമുക്കറിയാം 1991 ഒരു ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ഇറാഖിനൊപ്പം, ഞങ്ങൾ സദ്ദാം ഹുസൈനൊപ്പം, നിങ്ങൾ ആർക്കൊപ്പം എന്ന് ചോദിച്ച് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടത്തി. അങ്ങനെ തുടർച്ചയായി ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് മറുവിഭാഗത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് ഒരു വർഗീയ വിഭജനത്തിലൂടെ വോട്ട് സമാഹരിക്കുകയും അധികാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദീർഘകാലത്തെ പാരമ്പര്യം CPM-നുണ്ട്. പിണറായി വിജയൻ അധികാരത്തിലേറിയ ശേഷം പിണറായി വിജയൻ എന്നും ശ്രമിച്ചിരുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ നരേറ്റീവിനെ CPM-ഉം BJP-യും തമ്മിലാക്കി മാറ്റുക. അത് ഒരു ഭാഗത്ത് CPM, ഒരു ഭാഗത്ത് BJP, കോൺഗ്രസിനെ അപ്രസക്തമാക്കുക എന്നൊരു നിലപാടാണ് പിണറായി വിജയൻ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയായിരുന്നു. അദ്ദേഹം ആചാരങ്ങളെല്ലാം മാറ്റേണ്ടതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുത്തരിക്കണ്ടം മൈതാനം മുതൽ കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ സമ്മേളനങ്ങൾ നടത്തിയത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അനിൽകുമാർ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. സലീം കുമാർ പറഞ്ഞ പോലെ എനിക്കാണോ വട്ടായത് അതോ ലോകത്തിന് മൊത്തം നാട്ടുകാർക്ക് മൊത്തം വട്ടായി പോയതാണോ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇതേവരെ ധരിച്ചിരുന്നത് ആചാര ലംഘനത്തിന് വേണ്ടി പിണറായി വിജയൻ നിലകൊണ്ടു, സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി പിണറായി വിജയൻ നിലകൊണ്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനിൽകുമാർ പറയുന്നതായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമുക്കറിയാം ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവരെ അവിടെ എത്തിച്ചത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ആചാര ലംഘനമല്ലെങ്കിൽ പിന്നെ എന്താണ് ആചാര ലംഘനം? ഏതാണ്ട് 25,000-ഓളം കേസുകൾ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നും നിലവിലുണ്ട്. ആ കേസുകളിലെല്ലാം മഹാഭൂരിപക്ഷത്തിലെയും പ്രതികൾ NSS അനുഭാവികളും പ്രവർത്തകരുമാണ്. ഈ കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും NSS-ൻ്റെ പ്രതിനിധികളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, NSS-നുമായി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നതിൽ വളരെ വൈചിത്ര്യമുള്ള കാര്യങ്ങളാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM ശ്രമിച്ചത് സംഘപരിവാറിനെ ഒരു ഭാഗത്ത് നിർത്തി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറയുവാൻ വേണ്ടി കേരളത്തിലെ പൊളിറ്റിക്കൽ നരേറ്റീവിനെ CPM വേഴ്സസ് BJP ആക്കി മാറ്റാൻ ശ്രമിക്കായിരുന്നു. കോൺഗ്രസ് വളരെ ബുദ്ധിപരമായി ഇടപെട്ടതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രയോജനങ്ങളുണ്ടായി. അന്ന് തന്നെ CPM ആ നിലപാട് ഉപേക്ഷിച്ചു. വീടാന്തരം കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ CPM പിന്നീട് ഒരിക്കലും നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും CPM പ്രത്യേകിച്ച് പിണറായി വിജയൻ വിഷയമാകെ മാറ്റി. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് സംസാരിച്ചത്. പൗരത്വ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് വേണ്ട വിധം എതിർക്കുന്നില്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, സംഘപരിവാറാണ് അപ്പുറത്തുള്ളത് എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീണ്ടും ഭയം ജനിപ്പിക്കുന്ന പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അത് ഒരു വിധത്തിലും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞു. CPM ഉടനെ അവരുടെ നിലപാട് തകിടം പറയുകയാണ്. CPM അന്ന് വരെ സ്വീകരിച്ചിരുന്ന ന്യൂനപക്ഷ അനുകൂല നിലപാട് മാറ്റി CPM തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് BJP-യിലേക്ക് ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടുത്ത വർഗീയ നിലപാടുകളിലേക്ക് മാറുകയാണ്. ആ വർഗീയ നിലപാടിലേക്ക് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ശബരിമലയെയും കേരളത്തിലെ ഹിന്ദുക്കളെയും BJP-ക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ് CPM ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടനത്തിലൂടെ പറയാൻ എന്നാണ് പല CPM നേതാക്കന്മാർ പറഞ്ഞത്. ഇതിലെ വർഗീയത എന്നല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? നമുക്കറിയാം, കോൺഗ്രസ്സുകാരനായ ഒരു ഹിന്ദു ഒരു അമ്പലത്തിൽ പോയാൽ ഒരു കുറി തൊട്ടാൽ അവനെ സംഘപരിവാറാക്കി കോൺഗ്രസ് ചാപ്പ കുത്തുന്ന പാരമ്പര്യമായിരുന്നു CPM-നുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വത്തെക്കുറിച്ച് എത്രയേറെ വലിയ ക്ലാസ്സുകൾ എടുത്തവരാണ് ഇവരൊക്കെ. ഇവരാണ് ഇന്നിപ്പോൾ അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നത്. ഈ യോഗി ആദിത്യനാഥിനെ എന്തടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ക്ഷണിച്ചത്? ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവോ? എല്ലാ മുഖ്യമന്ത്രിമാരുടെയും സന്ദേശങ്ങൾ എത്തിയിരുന്നുവോ? സ്റ്റാലിനോടൊപ്പം യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്? RSS-ന് ആരാണ് ഈ ആദിത്യനാഥ്? ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ വർഗീയതയുടെ ഏറ്റവും വലിയ പ്രതിപുരുഷനായ, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്ന ഒരു ഭരണാധികാരിയായ യോഗി ആദിത്യനാഥിന് ബഹുമാന്യതയും സ്വീകാര്യതയും നൽകാൻ
ശബരിമല അയ്യപ്പൻ്റെ പേരിൽ സർവധർമ്മ സമഭാവത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഈറ്റില്യമായ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ഉള്ള ഒരു സംഗമത്തിൽ ഇടകൊടുത്തു എന്നുള്ളത് കേരളത്തിലെ RSSൻ്റെ അജണ്ട നടപ്പാക്കിയല്ലാതെ മറ്റെന്താണ്? ഈ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ചൂട്ടുപിടിച്ചത്, അതിന് കൊടപിടിച്ചത്, ആ സന്ദേശം വായിച്ചത് VN വാസവനാണെന്നുള്ളത് ഒരു കേരളത്തിലെ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കൂടുതൽ വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് ക്ഷണിച്ചത്. അതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, കർണാടക മുഖ്യമന്ത്രിയുണ്ട്, തെലങ്കാന മുഖ്യമന്ത്രിയുണ്ട്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ട്. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു സന്ദേശം അയച്ചു. മുഖ്യമന്ത്രിമാരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. ഇത്രയും മുഖ്യമന്ത്രിമാരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. ഇത്രയും മുഖ്യമന്ത്രിമാരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. അതെന്തുകൊണ്ട് ഈ ആദിത്യനാഥിന്റെ സന്ദേശം ഇവിടെ വായിക്കുക വഴി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ സന്ദേശമാണ്. ഈ ഹിന്ദു മത വിശ്വാസമുള്ള ഭക്തർ വരുന്ന ഒരു ശബരിമലയിലെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു. അവരിൽ രണ്ടുപേര് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അതിൽ സാന്നിധ്യമില്ലെങ്കിൽ ആശംസ അറിയിച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, സാന്നിധ്യമില്ലാതെ ആശംസ അറിയിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി. അവരുടെ രണ്ടുപേരുടെയും വായിച്ചു. നരേന്ദ്രമോദിയെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പാർട്ടിയാണിത്. നിങ്ങൾ ഓർക്കുന്നില്ലേ അതൊക്കെ? യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരാളുടെ ഇത് വായിക്കേണ്ട എന്താവശ്യമാണ് ഉള്ളത്? VN വാസവൻ അത് വായിച്ച VN വാസവന്റെ ചരിത്രം അതാണ്. VN വാസവൻ നർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു പുരോഹിതന്റെ അരമനയിൽ പോയി അദ്ദേഹം പണ്ഡിത ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു. കേരളമാകെ വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചരിത്ര പുരുഷൻ എന്ന് വിളിച്ചു. ഇപ്പോൾ ഇതാ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയും വായിക്കുന്നു. ഇതിലെല്ലാം കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ ഞങ്ങളാണ് എന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് പറയാനായിട്ട് CPM ശ്രമിക്കുകയാണ്. കടുത്ത ഹിന്ദുത്വ നിലപാടുകളിലേക്ക് കേരളത്തിലെ CPM പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആഗോള അയ്യപ്പ സംഗമമല്ല, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എന്ത് നിലപാടാണ് ഈ സർക്കാർ എടുക്കേണ്ടിയിരുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഭരണഘടന പറയും, സുപ്രീം കോടതി വിധി അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കാലത്ത് CPM-ലെ ഏതെങ്കിലും ഒരു പ്രതിനിധി യുവതീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടോ നിസാംസി? ഏതെങ്കിലും ഒരു CPM പ്രവർത്തക അല്ലെങ്കിൽ LDF-ലെ മറ്റേതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തക ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുണ്ടോ നിസാംസി? സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് മാത്രമായിരുന്നില്ല. സുപ്രീം കോടതി വിധി ശബരിമലയിലെ സ്ത്രീ പ്രവേശമാണ് കേരളത്തിലെ സ്ത്രീ സമത്വത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഘട്ടം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സ്ത്രീ പ്രവേശം നടത്തുമെന്നും അതിനെ സംഘപരിവാറിന് വളരാനുള്ള ഒരു അജണ്ടയാക്കി മാറ്റി ഒരു കേരളത്തിലെ വർഗീയമായി ധ്രുവീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പോയതിനെയാണ് കോൺഗ്രസ് എതിർത്തത്. ആ എതിർപ്പിന് കേരളത്തിലെ മതേതര രാഹുൽ ഗാന്ധി എന്താ പിന്നെ നിലപാടെടുത്തത്? യുവതീ പ്രവേശത്തിന് അനുകൂലമായും പ്രതികൂലമായും നിലപാടെടുത്ത ഒട്ടേറെ പേരുകൾ ഉണ്ടാകാം. പക്ഷേ അതിനെ ഒരു അജണ്ടയാക്കി നടപ്പിലാക്കും. ഉണ്ടാവാം, പലർക്കും പല നിലപാടുകളും ഉണ്ടാകാം, അതിൻ്റെ അകത്ത് നിലപാടുകളുണ്ടാകും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കോൺഗ്രസ് എടുത്ത സമീപനം എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് ഹിന്ദു മതത്തിലുള്ള വോട്ട് വേണ്ട എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. NSS ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഈ ഗവൺമെന്റ് നടത്തിയ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും എതിർത്ത ആളാണ്. അതൊക്കെ ശരിയായിരുന്നു എന്ന് ഈ CPM പ്രതിനിധിയോ അരുണോ പറയുകയോ? അപ്പോൾ പല NSS ഒരു സ്വതന്ത്ര സംഘടന എന്നുള്ളതിൽ NSSന്റെ അഭിപ്രായം ഉണ്ടാകും. അതെല്ലാ കാലവും കോൺഗ്രസുമായി ചേർന്ന് പോകുന്ന അഭിപ്രായമാണെന്നൊന്നും വാശിയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. വളരെ രസകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ 2 പ്രമുഖ സമുദായ സംഘടനകൾ അവരുടെ രാഷ്ട്രീയ നിലപാടും CPM-ന് അനുകൂലമാണ് എന്ന മട്ടിലുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒടുവിൽ പുകഴ്ത്തി അയ്യപ്പ ഭക്തനാണ് എന്ന പുകഴ്ത്തൽ വരെ എത്തിയിട്ടുണ്ട്.
മറുഭാഗത്ത് NSSന്റെ ജനറൽ സെക്രട്ടറി നാളിതുവരെ നമ്മൾ കാണാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് കാണുന്നത്. അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിൻ്റേത് ഒരു വോട്ട് രാഷ്ട്രീയമാണ്. കോൺഗ്രസും BJPയും നാമജപ ഘോഷയാത്രയിൽ നിന്ന് വിട്ടുനിന്നു. ആചാരങ്ങൾ നിലനിർത്തുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്, അതിൽ വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ NSS ഇടത്തോട്ടടുക്കുകയാണോ, അത് കോൺഗ്രസിനും BJPക്കും രാഷ്ട്രീയമായൊരു വെല്ലുവിളിയായി മാറുകയാണോ? ജോർജ് പൊടിപ്പാറ, സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 മാസം ഇല്ല. തീർച്ചയായിട്ടും കൗതുകകരമായ രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചർച്ച, ഇതുവരെയുള്ള ചർച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഇത്തിരി ബഹുമാനം തോന്നുന്നു. അദ്ദേഹം ഈ ശബരിമല വിഷയത്തിൽ ആദ്യം മുതലേ എടുത്തൊരു നിലപാടുണ്ടല്ലോ. അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നു. അദ്ദേഹം ഇതുപോലെ 2 കൂട്ടർ ആണ് ഏറ്റവും വലിയ ടേൺ അടിച്ചിരിക്കുന്നത്. സമ്മർ സോൾട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാധാരണ ഈ ചൈനീസ് ഡൈവർമാർ ഈ നീന്തൽക്കുളത്തിലേക്ക് വീഴുമ്പോൾ എത്ര തവണ അവർ വായുവിൽ മലക്കം മറിയും എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. നമ്മളെ അമ്പരപ്പിച്ച് കളയും. ആ രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ, അതിന് സമാനമായ മലക്കം മറിച്ചിലാണ് ഇപ്പോൾ CPMൻ്റെ കാര്യത്തിലും NSSൻ്റെ കാര്യത്തിലും നമ്മൾ കാണുന്നത്. ഒരു വശത്ത് കേരളത്തിൽ ഈ ശബരിമല വിഷയം ഒരു വിഷയമാക്കി മാറ്റിയതും കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ വർഗീയ അല്ലെങ്കിൽ ജാതീയ വിഭജനത്തിലേക്കും വലിയ പ്രക്ഷോഭങ്ങളിൽ കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കല്ലല്ലോ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സർക്കാരിൻ്റെ ഒരു വലിയ നിലപാട്. യുവതീ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി കേരള സർക്കാർ എടുത്ത അതിശക്തമായൊരു നിലപാട്. എന്ത് വില കൊടുത്തും ഞങ്ങൾ സുപ്രീം കോടതി വിധി അനുസരിക്കും. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ കോതമംഗലം അടക്കമുള്ള പള്ളികൾ പിടിച്ചെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി എത്ര കാലം നടപ്പാക്കാതെ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ക്രമസമാധാന പ്രശ്നം തകർച്ചയുണ്ടാക്കും, അത് നടപ്പാക്കിയെടുക്കുക എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ച കേരള സർക്കാർ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് കൽപ്പന പിളർക്കും. അത് മാറ്റാനോ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വെള്ളം ചേർക്കാനോ പറ്റത്തില്ല. ആ കൽപ്പന അനുസരിച്ചേ മതിയാവൂ. ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല. ഈ ഫെഡറൽ സർക്കാരിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചേ തീരൂ എന്ന് പറഞ്ഞ് ആ യുവതികളെ പോലീസ് സംരക്ഷണത്തോടെ ശബരിമലയിൽ എത്തിക്കാൻ ശ്രമിച്ച ഈ സർക്കാർ അന്ന് അതിനെ ഏറ്റവും കൂടുതൽ ഈ ചാനലുകളിൽ വന്ന് ന്യായീകരിച്ച വ്യക്തിയാണ് ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ അനിൽകുമാറൊക്കെ. അദ്ദേഹം ഇന്ന് എത്ര മനോഹരമായിട്ടാണ് സമ്മർ സോൾട്ട് അടിക്കുന്നത്. ഞങ്ങളങ്ങനെ ആചാരം സംരക്ഷിക്കാൻ, ആചാരത്തെ എതിർക്കുമെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും BJPയേക്കാൾ കോൺഗ്രസിനേക്കാൾ മറ്റേത് സംഘടനയേക്കാൾ കൂടുതൽ ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത്, യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം നാമജപ ഘോഷയാത്ര നടത്തി ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾക്ക് വിധേയരായി 10,000-കണക്കിന് NSSകാർ, നായർ സമുദായ അംഗങ്ങൾ കേസിൽ ഇപ്പോഴും ഉൾപ്പെട്ട് കിടക്കുകയാണ്. അവരാണ് ഇപ്പോൾ കേരള സർക്കാർ എന്ത് പറയുന്നു, ഞങ്ങൾ ഇത് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും, അതിന് പ്രതിജ്ഞാബദ്ധമാണ്, ഞങ്ങൾ ആചാര സംരക്ഷണം അല്ലെങ്കിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ നവോത്ഥാന സദസ്സൊക്കെ സംഘടിപ്പിച്ചത്, നവോത്ഥാന മതിൽ തീർത്തത്? ഇപ്പോൾ അനിൽകുമാർ പറയുകയാണ് ഞങ്ങൾ മതിൽ തീർത്തത് ശബരിമലയിലല്ല തിരുവനന്തപുരത്തല്ലേ. എത്ര ബാലിശമായ വാദമാണ് അനിൽകുമാർ ഇതൊക്കെ. നിങ്ങൾ തിരുവനന്തപുരത്താണോ അല്ലെങ്കിൽ കോട്ടയത്താണോ പെരുന്നേലാണോ മതിൽ തീർക്കുന്നതെന്നുള്ളതല്ല. നിങ്ങൾ എന്തിനു വേണ്ടി മതിൽ തീർത്തു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി മതിൽ തീർത്തു, എന്ത് പറഞ്ഞുകൊണ്ട് എന്താണ് കേരള സമൂഹത്തോട് പറഞ്ഞത്? ആചാരങ്ങൾ മാറ്റാനുള്ളത്. അപ്പം കുമാരനാശാനെയൊക്കെ നിങ്ങൾ അന്ന് എത്രയോ സമർത്ഥമായിട്ട് ഉദ്ധരിച്ചു, മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെത്താൻ എന്നൊക്കെ പറയുന്ന ആ ഉദ്ധരണികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചാനൽ ചർച്ചകളിൽ നമ്മൾ ഉപയോഗിച്ചത്. ആ നിങ്ങളാണ് ഇന്ന്, ആ അനിൽകുമാറാണ്. അന്ന് എനിക്ക് കൊതിയായിട്ടുണ്ട് അനിൽകുമാറിൻ്റെ വാദങ്ങൾ കേട്ട് ആ വിഷയത്തിൽ. ആ അനിൽകുമാർ ഇന്ന് അതേ വിഷയത്തിൽ എത്രമാത്രം സമർത്ഥമായിട്ടാണ് ഇങ്ങനെ ടേൺ അടിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയും മാറാൻ പറ്റുമോ? ഇങ്ങനെയും സ്വയം പിണറായി വിജയൻ അതെ, എങ്ങനെ ഇത് സാധിക്കുന്നു? ഈ ജനം അത്രമേൽ വിഡ്ഢികളാണോ? ഇപ്പം സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം.
അതൊരു സാമുദായിക സംഘടനയാണ്. ആ സംഘടനയ്ക്ക് കാലാകാലങ്ങളിൽ ഭരണത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷേ CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ? ആ നിലപാട് ഇങ്ങനെ സൗകര്യം പോലെ മാറ്റി സൗകര്യം പോലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കൊള്ളുന്നതാണോ അനിൽകുമാർ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. വിഡ്ഢികളാക്കാൻ പാടുണ്ടോ? വളരെ സ്പെസിഫിക് ആയ നിലപാടെടുത്താൽ ഒരു നിലപാടെടുത്താൽ നിലപാടിന്റെ ഒരു ഉറപ്പ് വേണ്ടേ? ആ ഉറപ്പില്ലായ്മയിൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്ക് CPM മാറുന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇടവേള എടുക്കട്ടെ ശ്രീ ജോർജ്. അതിനുശേഷം ഞാൻ തിരികെ വരാം. രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ശകുടി ദാസ്, വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇടതുപാളയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ഒപ്പം കൂട്ടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നിറങ്ങിയത്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈഴവ വോട്ടുകൾ പലതും ഇനി BJPയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അത് തിരിച്ച് CPMലേക്ക് മടങ്ങുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, BJPയുടെ സംഘടനാ സ്വഭാവത്തിൽ തന്നെ ഒരു സവർണ പ്രതിഫലനമുണ്ട്. ഇക്കുറി പ്രത്യേകിച്ചും ഈഴവ സാന്നിധ്യത്തെക്കാൾ കൂടുതലേറെ അവിടെയുള്ളത് ഒരു സവർണ മേധാവിത്വമാണ് എന്നാണ് സംഘടനയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരുടെ ജാതി നോക്കിയാൽ മനസ്സിലാവുക. പക്ഷേ എങ്കിലും NSSന്റെ ഈ നിലപാട് BJPക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകാൻ പോവുകയാണോ ശങ്കു? നോക്കൂ, എനിക്ക് വളരെ കൗതുകം തോന്നുന്നുണ്ട് ഈ ചർച്ച കാണുമ്പോൾ. എങ്ങനെയാണ് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു മാറ്റം നമുക്ക് അനുഭവവേദ്യമാകുന്നു. പണ്ടൊക്കെ പറയില്ല, ദൈവം പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോൾ ഒക്കെ അവിടെയും കമ്പ്യൂട്ടറാണ്, ഉടനടി കിട്ടുന്നുണ്ട് എന്ന്. പണ്ടൊക്കെ ആൾക്കാരവിടെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയൊക്കെ ബലത്തിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുക, അവരിതിലൊക്കെ എണ്ണി പറയും നമ്മൾ പറയരുത്. പക്ഷേ എണ്ണി മറുപടി പറയുന്നത് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ച, അവരുടെ നാമജപഘോഷയാത്രയെ തെറിജപഘോഷയാത്രയെന്ന് വിളിച്ചിട്ടുള്ള, അവരുടെ 2000 പേർക്കെതിരെ കേസെടുത്ത് 4000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കുന്നു. തന്ത്രിയുടെ ബ്രഹ്മചര്യം ഉണ്ടോ തന്ത്രിക്കും വേണ്ടേ നൈഷ്ഠിക ബ്രഹ്മചര്യം? വ്യഭിചാരത്തെ പറ്റി ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതേ മുഖ്യമന്ത്രി അതേ തന്ത്രിയെ കൊണ്ട് വേദിയിൽ നിലവിളക്ക് കൊളുത്തിക്കുന്നു. NSSന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തെ സവർണ ലഹള എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ NSSന്റെ പിന്തുണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉറപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്തതെല്ലാം മാറ്റി പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന പോലെ ശബരിമല പ്രക്ഷോഭത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി കണ്ടിട്ടേ ഇല്ല. ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഇലക്ട്രൽ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഭക്തരോട്, വിശ്വാസികളോട്, ശബരിമല ആചാരത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതൽക്ക് അവസാനം വരെ അവിടെ നിന്നിട്ടുള്ളത്. അത് മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തായാലും അത് ഞങ്ങളെ ആശങ്കപ്പെടുത്തില്ല. പക്ഷെ 3 കാര്യങ്ങൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്ന്, ഇടതുപക്ഷ സർക്കാർ ശബരിമലയ്ക്ക് എതിരായിട്ടൊരു നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. 2, BJP സംഘപരിവാറുമായിരുന്നു യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. 3, കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അതൊരു വിമർശനം അങ്ങ് ഉന്നയിച്ചു. ഈ 3 കാര്യം ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ ശബരിമലയിൽ നിലനിൽക്കുന്നത് വിവേചനമാണ്, അത് മാറ്റപ്പെടേണ്ട ഒരു ആചാരമാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ്. ഈ കേസ് സുപ്രീം കോടതിക്ക് എടുത്തുള്ളത് സംഘപരിവാർ സംഘടനകളൊന്നുമല്ല. യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക സംഘടനയാണ്. അവർ തന്നെ അതിനെപ്പറ്റി പറയുന്നത്, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ശബരിമലയെ പറ്റി വന്നിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾക്ക് പ്രവേശനം ഇല്ലെന്ന് കണ്ടപ്പോൾ ഇത് ലിംഗവിവേചനമാണെന്ന് മനസ്സിലാക്കി അതൊരു ഭരണഘടനാ വിരുദ്ധതയാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കേസുമായിട്ട് മുന്നോട്ട് പോയത് എന്നാണ് യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അവർ കേരളത്തിന് പുറത്തുള്ള സംഘടനയാണ്, അവർക്ക് കേരളത്തിലെ ആചാരം അറിയില്ല. അന്നത്തെ VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് 2009 വരെ ഉണ്ടായിരുന്ന 2007 VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത് യുവതീ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള നിലനിൽക്കുന്ന ആചാരം ലിംഗവിവേചനമാണ്, മാറ്റേണ്ടതാണെന്ന് പറഞ്ഞത്. അതിനുശേഷം വന്നിട്ടുള്ള UDF സർക്കാർ ഈ നിലപാട് മാറ്റി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിക്കുകയും പിന്നീട് പുതിയ സത്യവാങ്മൂലം VS അച്യുതാനന്ദന്റെ കാലത്തുള്ള നിലപാടിലേക്ക് റിവേർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണ്, അത് മാറ്റപ്പെടേണ്ടതാണെന്ന് സത്യവാങ്മൂലം കൊടുത്തു. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ 2016 ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരോ ദേവസ്വം ബോർഡോ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്ത സത്യവാങ്മൂലത്തിന് മേൽ മറ്റൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ?
സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുള്ള ആളാണ്. ആ ജഡ്ജ്മെന്റിൽ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് കേരള സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന അഭിഭാഷകനോട് വാദത്തിന്റെ ഘട്ടത്തിൽ കോടതി ക്ഷോഭിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര വട്ടമാണ് സത്യവാങ്മൂലം തിരുത്താൻ പോകുന്നത്? ദിസ് ഈസ് ദ തേർഡ് അഫിഡവിറ്റ് യു ആർ ഫയലിംഗ്. അതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു റിലൈ ഓൺ യുവർ അഫിഡവിറ്റ്. നിങ്ങൾ വാദം ഓറലി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ജയദീപ് ഗുപ്ത നടത്തിയിട്ടുള്ള വാദം കോടതിയുടെ ജഡ്ജ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് 2007 VS അച്യുതാനന്ദൻ കാലത്ത് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് കേരള സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. അവിടെ നിലനിൽക്കുന്നത് യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ലിംഗവിവേചനമാണ്, അത് ആർത്തവ അശുദ്ധിയാണ്, അത് പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമാണ്, അതുകൊണ്ട് ആചാരം പരിഷ്കരിക്കണം എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ നിലപാട് എന്ന് കേരള സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള ജയദീപ് ഗുപ്ത ഓൺ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം സത്യവാങ്മൂലം ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം നിലനിൽക്കവേ NSSന്റെ ജനറൽ സെക്രട്ടറിയോട് ആചാരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ടത്താപ്പാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് അനിൽകുമാർ? അല്ല, ആദ്യം ഒരു സമ്മർ സോൾട്ട് അടിച്ച് ആരാന്ന് നോക്കാം. സ്ത്രീകൾക്കിനി മലത ഊട്ടാമെന്ന് ജന്മഭൂമി എഴുതിയത് മറന്നുപോയോ? ചോദ്യമായിരുന്നു അങ്ങ് പറഞ്ഞതുപോലെ. ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. മൂന്നാമത്തെ ഒരു അഫിഡവിറ്റ് ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ കൊടുക്കുകയും അത് പിന്നെ ഓറലി പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഇത് അരുൺകുമാർ, ഞാൻ കൺക്ലൂഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിലേക്ക് പോയിക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഇനി സമയം കിട്ടില്ല. അദ്ദേഹം മുഴുവൻ പറയും. ഞാനതിന്റെ ആദ്യം തന്നെ മറുപടി പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ സത്യവാങ്മൂലം ഉണ്ടോ എന്നുള്ളൊരു കാര്യം അതാണ് കൃത്യമായ മറുപടി പറയുന്നത്. ഞങ്ങളുടെ സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് ഇതാണ്. ഒന്ന്, ശബരിമലയില് ആചാരങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റി വെക്കണം എന്ന് നേരത്തെ പറഞ്ഞു. എന്റെ ചോദ്യം 2007 VS അച്യുതാനന്ദന്റെ സർക്കാരിന്റെ അതേ നിലപാട് തന്നെയാണ്, ഗോപാലകൃഷ്ണൻ കൊടുത്തതല്ല എന്നൊരു നിലപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ നിലപാട് ഇതാണേ. ഞങ്ങളുടെ നിലപാടല്ല ഞാൻ പറയേണ്ടത്. ഞങ്ങൾ പറയണത് ഏതെങ്കിലും ഒരു ആചാരം നിലനിൽക്കണോ മാറ്റണോ എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്രമാകുമ്പോൾ അതിലെ ആചാര്യന്മാരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണം. അപ്പൊ VSന്റെ സത്യവാങ്മൂലമോ? ആ VSന്റെ സത്യവാങ്മൂലം നിലനിൽക്കുമെന്ന് പറഞ്ഞോ ജയദീപ് ഗുപ്ത? പറയട്ടെ, അതിന്റെയാണ് ഉത്തരം പറയുന്നത്. ഞങ്ങൾ എപ്പോഴും എടുത്ത നിലപാടതാണ്. ഒന്ന്, ഇവിടെ മുമ്പ് തന്നെ 91 ജസ്റ്റിസ് പരിപൂർണന്റെ അതങ്ങ് വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഞാൻ ശങ്കുണ്ഠദാസിന്റെ സമയമെടുത്ത് വളരെ സ്പെസിഫിക്കായി ചോദിച്ചതാണ്. VSന്റെ സത്യവാങ്മൂലത്തെ സുപ്രീം കോടതിയിൽ ജയദീപ് ഗുപ്ത അതാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? യുവതീ പ്രവേശനമാകാം എന്ന VSന്റെ കാലത്തെ സത്യവാങ്മൂലം അവിടെയാണ് ഉത്തരം. ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് 91 ഹൈക്കോടതി വിധി വന്നു. ആ ഹൈക്കോടതി വിധിയിലാണ് 10 വയസ്സും 55 വയസ്സും എന്നൊരു വിധി വന്നത്. അതിനൊന്നും ഏതെങ്കിലും ആചാരത്തിൽ 10ഉം 55ഉം നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ ആ വിധി വരുന്നത് വരെ അവിടെ സ്ത്രീ പ്രവേശനം ഈ തിരക്ക് നടന്നിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ വിധിയോടുകൂടി ആ പ്രവേശനം ഇല്ലാതെയായി. ഞങ്ങളുടെ നിലപാടെന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആചാര്യന്മാരുടെ അഭിപ്രായം കോടതി കേൾക്കണം. കേട്ടിട്ട് പ്രവേശനമാകാമെന്ന് കോടതി പറഞ്ഞാൽ പ്രവേശനമാകാം, പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് നിയമം. അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞങ്ങൾ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ വിധി നടപ്പാക്കിയവരാണ്. പരിപൂർണന്റെ വിധി അല്ലല്ല, ജസ്റ്റിസ് പറഞ്ഞോളൂ. ഒറ്റ വാചകത്തിൽ നിർത്തണം, ശങ്കുന്റെ സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ വിധി ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു എന്ന് എഴുതി കൊടുത്തില്ലേ? ശരി, ആ പ്രവേശനം ഇല്ലാത്ത വിധിയല്ലേ? അതാണ് കോടതി നിയമം, ലോ ഓഫ് ലാൻഡ്. ഞങ്ങൾ അംഗീകരിച്ചു എന്നാ പറഞ്ഞില്ലേ? ശരി ശരി, ഞങ്ങൾ പറഞ്ഞത്. ശങ്കുണ്ഠദാസ് തുടരാം. ശരി, അപ്പോ
ശരി. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ അവരുടെ സത്യവാങ്മൂലത്തിലും അവര് കോടതിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അഭിഭാഷകരിലൂടെയും യുവതീ പ്രവേശനത്തിനെതിരാണ് തങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതേ സമയത്ത് സംഘപരിവാർ സംഘടനയായിട്ടുള്ള അഖില ഭാരതീയ അയ്യപ്പ സേവാ സമാജം അവിടെ യുവതീ പ്രവേശനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. അതിനുശേഷം ശബരിമല കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ നവോത്ഥാന സംരക്ഷണ സമിതി അതിന് ബദലായിട്ട് ഉണ്ടാക്കുകയും യുവതീ പ്രവേശനം അനുവദിക്കുന്നത് ഒരു നവോത്ഥാന പ്രശ്നമാണെന്നും ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് സമൂഹം ഇവിടെ എത്തിയതെന്നും ആ നവോത്ഥാനത്തിന് തുടർച്ചയുണ്ടാവണമെന്ന് വാദിച്ചിട്ടുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവരുടെ പറയുന്ന കേട്ടാ സംഘപരിവാറും കോൺഗ്രസും നിലപാട് എന്തായിരുന്നു 2014 സുപ്രീം കോടതി വിധി വരുന്നതിൽ നോക്കൂ, ഭയ്യാജി ജോഷിയുടെ നിലപാട് ശബരിമല ക്ഷേത്രത്തെ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നില്ല. അത് 2016 ശനി ശിഗ്നാപൂർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം ആരാധനാലയങ്ങളിൽ യുവതീ പ്രവേശനത്തിന് വിലക്കുണ്ടോ അവിടെയെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമാജത്തിന്റെ ഉള്ളിലുള്ള വികാരം യുവതീ പ്രവേശനത്തിന് വിരുദ്ധമാണ് സംഘപരിവാർ സംഘടനകൾക്ക് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഒക്ടോബർ 9 ശബരിമല കർമ്മസമിതി ഉണ്ടാക്കുന്നത്. അതുപോട്ടെ, നിങ്ങൾ നിരന്തരമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയ്യാജി ജോഷി എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും സ്ത്രീ വിലക്ക് പാടില്ല എന്ന നിലപാടെടുത്തയാളാണ്. പ്രേരണാകുമാരി BJPയുടെ തന്നെ സുപ്രീം കോടതിയിലെ അഭിഭാഷക സംഘത്തിന്റെ പ്രതിനിധിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അതൊക്കെ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ. അവർക്ക് രാഷ്ട്രീയ ബന്ധം പ്രകടമാവുകയും ഭയ്യാജി ജോഷിയെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഭയ്യാജി ജോഷി ഈ നിമിഷം വരെ BJP തള്ളി പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ഭയ്യാജി ജോഷിയുടെ അഭിപ്രായം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല. ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വരുമ്പോൾ ശബരിമല ക്ഷേത്രം വരില്ലേ? എന്താണ് സംഘത്തിന്റെ നിലപാട്? ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് പ്രവേശനം ഉള്ളിടത്തൊക്കെ സ്ത്രീകൾക്കും പ്രവേശനം വേണം. എവിടെ ശബരിമല ഒഴിവാക്കിയിട്ടുണ്ടോ ഭയ്യാജി ജോഷി? സ്ത്രീകൾക്കും പ്രവേശനം വേണം, അതായത് ശ്രീകോവിലകത്ത്. എന്നാൽ ശബരിമലയിൽ ഇതൊരു സ്പെഷ്യൽ കേസാണെന്നും ശബരിമല ഒരു ജനറൽ കേസായിട്ട് എടുക്കരുതെന്നും ശബരിമലയിലെ ആചാരം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതുമാണല്ലോ നമ്മൾ ശബരിമല കേസിൽ തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. ശബരിമലയെ സംബന്ധിക്കുന്നല്ല അദ്ദേഹത്തിന്റെ നിലപാട്. ശബരിമലയിൽ യുവതീ പ്രവേശനം ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും, ശബരിമല അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് എവിടെയൊക്കെ പ്രവേശനമുണ്ടോ അവിടെ സ്ത്രീകൾക്കും പ്രവേശനമാകാം എന്നതായിരുന്നു ഭയ്യാജി ജോഷിയുടെ നിലപാട്. അതല്ലെങ്കിൽ അങ്ങേക്ക് ഖണ്ഡിക്കാം. ശബരിമലയിൽ മറ്റൊരു നിലപാട് ഭയ്യാജി ജോഷിക്കുണ്ടായിരുന്നു. ശബരിമല കർമ്മസമിതി രൂപീകരിച്ച ആരാണ്? സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘത്തിന്റെ പരിവാറായിട്ടാണ് ശബരിമല. അതാണ് ഒരു ഘട്ടത്തിൽ ഒരു അവസരം പറയുക. സമ്മർസോട്ട് എന്ന് പറയുന്നത് അവിടെയുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു നിലപാട് പറയുക, കേസിന് പോവുക, പിന്നീട് വിവാദമാകുമ്പോൾ സുവർണാവസരം തേടിയിറങ്ങുക. അതാണ് വിഷയം. ഒരിടം ഇനി നമുക്ക് 3 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഓരോ മിനിറ്റ് വീതം നമ്മുടെ അതിഥികൾക്ക്. അതിൽ അനിൽകുമാർ മറുപടി. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിന്റെ പ്രകൃതിക്ക് രാഹുൽ ഗാന്ധിയെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്തോ പറഞ്ഞു. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ നാണം വന്നോ? രാഹുൽ ഗാന്ധി ശബരിമലയിൽ സ്ത്രീകൾക്ക് മല ചവിട്ടാന്നാണോ പറഞ്ഞത്, പാടില്ലെന്നാണോ പറഞ്ഞത്? ഇപ്പൊ അത് ഓർക്കുമ്പോൾ കോൺഗ്രസ് നാണം. പിന്നെ അദ്ദേഹം പറയാണ് 25,000 പേര് പ്രതികളായി. എങ്ങനെ പ്രതികളായി? ഈ സംഘപരിവാറുകാർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഫീസില്ലാത്ത വക്കീലായിട്ട് എന്നുകൊണ്ടാണ് നിസാമിനെ അവർ നിയോഗിച്ചത്. NSS പ്രതിനിധികൾ നടത്തിയത് നാമജപ ഘോഷയാത്രയാണ്, അത് അക്രമജാഥയല്ല. നെയ്യാറ്റിക്കരയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിയുന്ന കണ്ട. പിന്നെ BJPയുടെ പ്രതിനിധി പറയുകയാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാര്യമല്ല കേട്ടോ. പിന്നെ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വേഷം കെട്ടി നിങ്ങളുടെ സുരേന്ദ്രൻ അവിടെ പോയി മത്സരിച്ചതിന് ശബരിമലയുള്ള സ്ഥലത്ത് 2 തവണ തോറ്റല്ലോ. ശബരിമലയുള്ള മണ്ഡലത്തിൽ 2 തവണ തോറ്റില്ലേ? ശബരിമല സമരം കഴിഞ്ഞപ്പോ BJPക്ക് കേരളത്തിലെ നിയമസഭയിൽ അക്കൗണ്ട് പോയില്ലേ? കോയമ്പത്തൂർ വെച്ച് 2021 ഇലക്ഷന്റെ ഒരു യോഗത്തിൽ സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടല്ലേ മോദി നിലവിളിച്ചത്. അത് കഴിഞ്ഞല്ലേ നിങ്ങൾ കേരള നിയമസഭയിൽ തോറ്റുപോയത്, BJP തോറ്റുപോയത്. BJPക്കാരുടെ രാഷ്ട്രീയ കളി, കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ കളി, ഇത് നന്നായി മനസ്സിലാക്കിയതാണ് NSS വ്യക്തമാക്കിയത്. രണ്ടാമത്, കോടതി എന്തു പറഞ്ഞോ അതിനപ്പുറം ഇപ്പുറം ഞങ്ങൾ ചലിച്ചിട്ടില്ല. ഇന്ന് കോടതി നിലപാട് മാറ്റി. സുപ്രീം കോടതി വിധി ഇന്ന് ആ നിലയ്ക്ക് നിലനിൽക്കുന്നില്ല. കോടതി പറയാത്തടത്തോളം കാലം അതേപടിയാണ്. മനസ്സിലാക്കേണ്ടത്. ഒരു മാറ്റവും വന്നിട്ടില്ല. കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അത് സ്റ്റേ ചെയ്തിട്ടില്ല സാർ. ഒരു മാറ്റവും അത് സ്റ്റേ ചെയ്തിട്ടില്ല. അതെ. അപ്പൊ മറുപടി പറയാം.
ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് പോയപ്പോൾ സുപ്രീം കോടതി എന്താ ചെയ്തത്? സുപ്രീം കോടതി പറഞ്ഞു സ്റ്റേ തരാൻ ഉദ്ദേശിക്കുന്നില്ല. വാക്കാലവിടെ പറഞ്ഞു ഇതുവരെ ഈ വിധി നടപ്പായില്ലേ? ഇതാണ് അന്ന് സുപ്രീം കോടതി ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞ് ജഡ്ജിമാർ ചിലർ റിട്ടയറായി, ചില ജഡ്ജിമാരെ സംഘപരിവാർ കാലുമാറ്റിയിട്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതിക്ക് തന്നെ സംശയമായി ഈ വിധി നിൽക്കുവോ? അതുകൊണ്ട് 3-4 ചോദ്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഒരു ഉത്തരവുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഭരണഘടനാ കോടതി ഉത്തരം പറയണം. അങ്ങനെ അങ്ങോട്ട് തട്ടിയിരിക്കുകയാണ്. അങ്ങോട്ട് തട്ടിയിട്ടൊരു സാധനം ഞങ്ങളെന്തിനു ചുമക്കണം? അത് ചുമക്കാൻ സൗകര്യപ്പെടുകയില്ല. സുപ്രീം കോടതി അങ്ങോട്ട് തട്ടിയ സാധനം ചുമക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയോട് ആ നിലപാടെടുത്തതിന്റെ ഭാഗമായി ഇന്നുണ്ടായ മാറ്റം എന്താണ്? ആ മാറ്റം ആ കോടതി വിധി ഇന്ന് പ്രാബല്യത്തിൽ ഇല്ല എന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. പ്രാബല്യത്തിലുണ്ട് നിങ്ങൾ പറ, കോൺഗ്രസ് പറ, അല്ലെ BJP പറ. പിന്നെ BJP എന്താ പറഞ്ഞത്? ഭരണഘടന മാറ്റിക്കോളാം. BJP എന്താ പറഞ്ഞത്? ഭരണഘടന മാറ്റിക്കോളാം. ഏതിന്? ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കും. കോൺഗ്രസ് എന്താ പറഞ്ഞത്? എന്നാ പിന്നെ BJP കോൺഗ്രസോട് കൂടി പാർലമെന്റിൽ പോയിട്ട് ഒരുമിച്ച് നിയമം ഉണ്ടാക്കുക. നിങ്ങൾ കേന്ദ്രത്തിൽ പല കാര്യത്തിലും ഒരുമിച്ചല്ലേ നിൽക്കണത്? പല നിയമവും പാസ്സാക്കാൻ കോൺഗ്രസും BJPയോട് ഒരുമിച്ച് വോട്ട് ചെയ്ത പല കേസും ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. എന്താ ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുമിക്കാത്തത്? നിങ്ങൾ രണ്ടു കൂട്ടരും കള്ളന്മാരാണ്. ആ കള്ളത്തരം അതാണ് ഇന്നിപ്പോൾ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത്. ഈ നിലപാട് നിസാം സെയ്ദ് നാമജപ ഘോഷയാത്രയിൽ നിങ്ങളെടുത്ത നിലപാട് വിശ്വാസം വരുന്നില്ല. നിങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശന വിധിക്കെതിരെ നടത്തിയ സമരങ്ങളിൽ NSSന് വിശ്വാസമില്ല. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് തന്നെ വോട്ട് രാഷ്ട്രീയമാണെന്ന് തുറന്നു പറയുന്നു. തുറന്നു കാട്ടപ്പെടുകയാണോ കോൺഗ്രസ്? ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് CPM യാതൊരു പ്രത്യയശാസ്ത്രമില്ലാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അധികാരവും പണവും മാത്രമാണ്. ഇന്ന് ഏറ്റവും തീവ്രമായ ഒരു ഹിന്ദുത്വ നിലപാടിലേക്ക് വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി യോഗി ആദിത്യനാഥിനെ പോലും കൂട്ടുപിടിക്കുന്ന, യോഗി ആദിത്യനാഥിന് കേരളത്തിൽ വഴിയൊരുക്കുന്ന RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ BJPയേക്കാൾ കേരളത്തിൽ ഏറ്റവും ഭംഗിയായി വൃത്തിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയാണ് ഞങ്ങളെന്ന് ശക്തമായി അവകാശപ്പെടുന്ന ഒരു പതനത്തിലേക്ക് കേരളത്തിലെ CPM എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാകുന്ന ദൗർഭാഗ്യകരമാണ്. കർണാടക നിയമസഭയിൽ ഗണഗീതം പാടിയ നേതാവിന്റെ പേരെന്താണ്? ഇതാണ് ഗണഗീതം എന്ന് പറഞ്ഞാൽ ഉടനെ ഗണഗീതത്തെ ഞാൻ അംഗീകരിക്കുന്നതാണോ? ഇതാണ് RSSനാൽ പരിശീലിപ്പിക്കപ്പെട്ട അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. RSSന്റെ ഗണഗീതവും എനിക്കറിയാം. RSSന്റെ ഗണഗീതം ഇതല്ലേ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെ 6 മാസം ജയിലിലിട്ടിട്ട് അദ്ദേഹം 6 മാസം ജയിലിലിട്ടിട്ട് അദ്ദേഹം BJPയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ 6 മാസം ജയിലിലിട്ട് തന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആക്കാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വിട്ടുപോകാൻ തയ്യാറല്ലാതെ കോൺഗ്രസിന്റെ മതേതരത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ആളുകളെ ചെറുതാക്കി കാണരുത്. അദ്ദേഹമൊക്കെ എത്രയോ വലിയ ത്യാഗം സഹിച്ചാണ് ഈ BJPക്കെതിരെ പോരാടുന്നത്. അദ്ദേഹം ഒരു വാക്ക് വേണ്ടിയിരുന്നെങ്കിൽ അദ്ദേഹം BJPയുടെ പാർട്ടിയിൽ ചേർന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ശ്രീ ജോർജ് പൊടിപ്പാറ അങ്ങ് കണക്കുകൂട്ടുന്നത്? കാരണം 2021 NSSന്റെ പ്രവചനം പക്ഷേ ഫലിച്ചില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം അരുൺ. അതിനകത്ത് ഉള്ള യഥാർത്ഥ പ്രശ്നം ഇതാണ്. അതായത് ഈ NSSും SNDPയും, അതായത് CPMന്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് ഫലിക്കുന്നു എന്നാണ് വിചാരിക്കാൻ. അതായത് ന്യൂനപക്ഷ പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തങ്ങളിൽ നിന്ന് അകന്നുപോയ ഭൂരിപക്ഷ സമുദായങ്ങളെ അടുപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ഒരു പുതിയ, അന്നത്തെ 2019 സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല 2021 സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല, 2026 സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് അത് വിജയത്തിലേക്ക് അടുപ്പിക്കാൻ CPMന് കഴിയുന്നു എന്ന് വേണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒട്ടും പ്രതീക്ഷിക്കാതെ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെയും പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM വിജയത്തിലേക്ക് അടുക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. പക്ഷേ ഇത് NSSന്റെ സമുദായാംഗങ്ങളും SNDPയുടെ സമുദായാംഗങ്ങളും ഇത് എത്ര കണ്ട് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാണാം. സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ജോർജ് പൊടിപ്പാറ, ക്ഷമിക്കണം. ശംഖു, എനിക്കൊരു 15 സെക്കൻഡ്സ് അനുവദിക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ്.
നോക്ക് കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്താണ് അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി എന്താണ്, അതായത് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B അസാധുവാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ഈ കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള സ്റ്റേറ്റ് മെയ്ഡ് ലോ ആണ്, കേരള ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ളതാണ്. അതിന് മേലെ കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കാം. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന കേരള സർക്കാരിന്റെ കീഴിലെ ദേവസ്വം ഒരു പ്രത്യേക ക്ഷേത്രത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കണം എന്നാണോ CPM-ന്റെ ആവശ്യം? അങ്ങനെ പറഞ്ഞോളൂ. അതായത് ക്ഷേത്രം എന്ന് പറയുന്ന ട്രാവൻകൂർ ദേവസ്വം ഒരു കേന്ദ്ര നിയമം ഉണ്ടാക്കണം എന്നാണോ? പ്രായോഗികമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇവിടെ സുപ്രീം കോടതി അസാധുവാക്കിയിട്ടുള്ള പ്രൊവിഷൻ BJP-യുടെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇവിടുത്തെ പ്രശ്നം. നോക്കൂ അല്ല നോക്കൂ, അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കണമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എനിക്കും അങ്ങനെയാണ് അഭിപ്രായം. കേന്ദ്രം തന്നെ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അപ്പോൾ നിങ്ങളൊന്നും വാളെടുത്ത് വരരുത്. കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള ദേവസ്വത്തിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിന് വേണ്ടി കേന്ദ്ര നിയമം ഉണ്ടാക്കിയത് അപ്പോൾ പ്രശ്നം പറയരുത്. ശരി, താങ്ക് യു ശങ്കുട്ടിദാസ്, താങ്ക് യു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്ക് യു ജോർജ് പൊടിപ്പാറ, താങ്ക് യു നിസാം സെയ്ദ് ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.